നോക്കൂ നിങ്ങൾ, ഒരു ഉമ്മാനെ വെട്ടിക്കൊന്നിട്ടോ ഒരു കൊല്ലമാവുന്നേ ഉള്ളൂ. അത് മലയാള മണ്ണിലാണ്. പഴയ കാലത്ത് മറ്റു സംസ്ഥാനങ്ങളെ കഥകളായിരുന്നു. ഇന്ന് സ്വന്തം ഉമ്മയെ 10 മാസം നൊന്ത് പ്രസവിച്ച പൊന്നുമ്മയെ വെട്ടിക്കൊന്നത് മലയാള മണ്ണിലാണ്. മാതാപിതാക്കളെ, ഒരു വാപ്പയുടെ കഴുത്തറുത്തതും മലയാള മണ്ണിലാണ്. ഒരു കൊല്ലം കഴിയുന്നേ ഉള്ളൂ. ഉപ്പയുടെ കഴുത്തറുക്കുമ്പോ സക്രാത്തിന്റെ ഘട്ടമെന്ന് പറയില്ലേ, സക്രാത്തിന്റെ ഘട്ടത്തിൽ പിടയുന്ന സമയം ആ വാപ്പ പിടഞ്ഞുകൊണ്ട് അറുത്തുകൊണ്ടിരിക്കുന്ന മോനോട് പറഞ്ഞു അത്രേ, ഒരു തുള്ളി വെള്ളം താ മോനെ. ആംഗ്യം കാണിച്ചു. ഈ മകൻ വെള്ളം കൊടുത്തില്ല. മകൻ അറിഞ്ഞില്ലത്ര ഇത് വാപ്പയാണെന്ന്. അവൻ ലഹരികൾക്ക് അടിമപ്പെട്ടു പോയിരുന്നു. 16-17 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരികൾക്ക് അടിമപ്പെട്ട് വീടിന്റെ പരിസരത്തും സ്കൂളിന്റെ വരാന്തയിൽ ഇരിക്കുമ്പോ എന്തൊക്കെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പള്ളി കമ്മിറ്റി ഭാരവാഹികൾക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉമറാക്കൾക്കോ അതുമായി ചർച്ച ചെയ്യാനും അതുമായി ചിന്തിക്കാനും സമയമില്ല. ഒരു മെമ്പറായാൽ പോലും പകപോക്കുന്ന ആളുകൾ, ഒരു മെമ്പറായിട്ടേ ഉള്ളൂ പള്ളിയുടെ, പക്ഷേ പകപോക്കുന്ന ആളുകളെ കാണാം. കാണിച്ചു കൊടുക്കാം. എന്താണെന്നറിയോ, 20-25 കൊല്ലമായ ഉസ്താദിനെ ഒന്നുകിൽ പിരിച്ചുവിടുക, അല്ലെങ്കിൽ ഒന്ന് വേദനിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് കണ്ണീര് കുടിപ്പിക്കുക, അല്ലെങ്കിൽ നാട്ടിൽ തരം താഴ്ത്തുക. മനുഷ്യ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, തൗബാ ലിമൻ അറഫഹും വഅഹബ്ബഹും. ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ അറിയുന്നവരും മഹബ്ബത്ത് വെക്കുന്നവർക്കും വല്ലാത്ത സന്തോഷം അല്ലാഹു കൊടുക്കും. വൽ വൈലു, വൈലി എന്ന കഠിനമായ ശിക്ഷ ലിമൻ അൻകറ മഅരിഫതഹും. ആലിമീങ്ങളെ നിഷേധിക്കുകയും ആലിമീങ്ങളെ ചെറുതാക്കുകയും ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദാണെങ്കിലും ആ ഉസ്താദിനെ കൊച്ചാക്കുന്നുണ്ടോ, ആ ഉസ്താദിനെ പരിഹസിക്കരുതേ. തക്ക കാരണമില്ലാതെ ഒരൊറ്റ ഉസ്താദിനെയും വേദനിപ്പിക്കരുതേ. അവരോട് ദേഷ്യം പിടിച്ച് വെറുത്തിട്ട് പിടങ്ങിയിട്ട് വെറുപ്പിച്ചുകൊണ്ട് കണ്ണീര് കുടിപ്പിച്ച് നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു വല്ലാത്ത ശിക്ഷ കൊടുക്കുന്നതാണ്. ഇന്ന അതിനാ അഹ്ലിന്നാർ യുതനഅലു ബിനഅലൈനി മിന്നാർ യഗ്ലി ദിമാഗുഹു മിൻ ഹറാരത്തി നഅലൈ. സ്വഹാബികളെ, അഥവാ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും ചെറിയ ശിക്ഷ യുതനഅലു ബിനഅലൈനി മിന്നാർ. തീക്കട്ടയാലുള്ള 2 ചെരുപ്പങ്ങ് കൊടുക്കും. ആ ചെരുപ്പങ്ങ് ധരിക്കുമ്പോൾ യഗ്ലി ദിമാഗുഹു മിൻ ഹറാരത്തി നഅലൈ, തലച്ചോറ് കരിഞ്ഞു പോകും. മുസ്ലിമീങ്ങളെ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഇന്ന നാറക്കും ഹാദിഹി ജുസ്ഉം മിൻ 70 ജുസ്അൽ മിൻ നാരി ജഹന്നമ. നരകത്തിലുള്ള തീക്കടൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയിനേക്കാൾ 70 ഇരട്ടി ശിദ്ദത്തുള്ള തീ. ആ നരകത്തിന്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ വേദനിപ്പിക്കുന്ന, കരയിപ്പിക്കുന്നവർക്ക് ഇതിനേക്കാളും വലിയ ശിക്ഷ ഉണ്ട് എന്ന് മഹാന്മാർ വിവരിക്കുന്നുവെങ്കിൽ അല്ലാഹുമ്മ, ഞാൻ നിർത്തുന്നു, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅല്ലിമീൻ. ഇത് റസൂലുള്ളാഹിന്റെ ദുആയാണ്.